ലൈവിൽ പൊരിഞ്ഞ അടിയാണ്. സത്യം പറഞ്ഞ് ചിരിച്ചു ചേർത്തു. ഭയങ്കര പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട്. എൻ്റെ ഇടയ്ക്ക് എനിക്ക് തമാശയുണ്ട്, ചിരിയുണ്ട്. എല്ലാത്തിനും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം മുടിയൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ വരവാണ്. മനസ്സിലായില്ലേ? വരവറിയിച്ചുകൊണ്ട്, അതായത് ഋഷികുമാർ എന്ന് പറയുന്ന മുടിയന്റെ വരവറിയിച്ച ഒരു ദിനം കൂടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു സെക്ഷനും കൂടിയായിരുന്നു അത്. മുടിയൻ ഇന്ന് കത്തിപ്പടർന്നതാണ് കാണുന്നത്. അതായത് ആരുടെ രതീഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് നിനക്ക് ഉളുപ്പുണ്ടോടാ എന്ന് പറഞ്ഞുകൊണ്ട് മുടിയന്റെ മറ്റൊരു രൂപം നമ്മളിത് കണ്ടു. മുടിയനും ഈ പറഞ്ഞ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഈ പറഞ്ഞ ശ്രീലേഖ എന്തോ ആത്മകഥം ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ എന്തോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു അതോ ഞാൻ അതിങ്ങനെ ശ്രദ്ധിച്ചു. ടപേന എന്താണെന്ന് അറിയില്ല, ഇവരുടെ അടിയിലെ തുടക്കം എന്താണെന്നില്ല. ടപേന ഇവരുടെ അടിയിലേക്കാണ് ക്യാമറ കൊണ്ടുപോകുന്നത്. അവിടെ ഞാൻ നോക്കിയപ്പോൾ ആദ്യം റോക്കി ഭായിയും ഈ പറഞ്ഞ ആരാണ് നമ്മുടെ രതീഷുമായിട്ടുള്ള തർക്കമാണ്. രണ്ട് പ്രബലമായ രണ്ട് ഗ്രൂപ്പുകളുണ്ട്. അതായത് റോക്കി ഭായ്, ഈ പറയുന്ന ആരാണ് നമ്മുടെ ഷിജോ, പിന്നീട് ഈ മുടിയൻ അടങ്ങുന്ന ഒരു വലിയ ഒരു സ്ട്രോങ് ഗ്രൂപ്പും, തൊട്ട് എതിർഭാഗത്ത് നിൽക്കുന്ന രതീഷ്, ജാസ്മിൻ, പിന്നീട് ഈ ഗബ്രി, നൂറ എന്നടങ്ങുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്. മനസ്സിലായി? അപ്പൊ രണ്ട് ഗ്രൂപ്പിലും നല്ല പ്രബലന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു അടി ഇത്തിരി ഇത്തിരി ചൂടേറും. അപ്പോ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന രതീഷും ഈ പറയുന്ന ആരാണ് റോക്കി ഭായും കൊടുത്തുമ്പോൾ അങ്ങ് മുട്ടനടി. റോക്കി ഭായ് അറിയില്ല, വിട്ടുകൊടുക്കുക. രതീഷ് എന്തോ കുറെ നേരം പറയുന്നു, പിന്നെ രതീഷ് എന്തോ വായ അടഞ്ഞതുപോലെ രതീഷ് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് രതീഷിന് കുറച്ച് ഒങ്ങച്ചുമുണ്ട്. ചില സമയങ്ങളിൽ നമുക്കറിയില്ല, ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. നിനക്ക് എന്തറിയണം, നീ ആർക്കെങ്കിലും അനുകരിക്കാനല്ല, നിനക്ക് എന്ത് തേങ്ങ അറിയണം, നിനക്ക് ഒന്നും അറിയില്ല എന്ന് റോക്കി ഭായ് എന്തുണ്ട് അങ്ങോട്ട് നല്ല ആഞ്ഞടിക്കുന്നുണ്ട്. പൊട്ടനെ പോലെ ഇരുന്ന് ഈ എന്ത് ചെയ്യുന്നു, രതീഷ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ല, അത് ഒന്നും മറുപടി പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ് ചാടി വീണ് എണീക്കുന്നു. നിനക്കറിയില്ലേ എന്റെ ആ പാട്ട്, എന്റെ ഉണ്ടാന്നുള്ള പാട്ടാണ്, മറ്റതാണ് മറിച്ചാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് ഏഷ്യാനെറ്റ് തന്നെ എനിക്ക് ഇൻട്രൊഡക്ഷൻ അങ്ങനെ തന്നില്ലേ എന്നുള്ള രീതിയിൽ ആര് സംസാരിക്കുന്നു? രതീഷ് ഭായിയോട് സംസാരിക്കുന്നു. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് ആര്? ഷിജോ രംഗപ്രവേശം ചെയ്യുന്നു. ഷിജോ ഒക്കെ ഇവിടെ കേട്ടിക്കൊണ്ട് ഡൈനിങ് ടേബിളിന്റെ ചുറ്റുമാണ് ഈ സംഭാഷണങ്ങളെല്ലാം. ഷിജ ഏറ്റുപിടിച്ചുകൊണ്ട് പറയുന്നത്, നിനക്ക് ഫേമസ് ആകാൻ വേണ്ടിയിട്ട്, നിനക്ക് ആ ഉണ്ടാ എന്നുള്ള പാട്ട് വേണമെങ്കിൽ നമുക്ക് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഷിജോയ്ക്ക് ഷിജോ മാത്രം മതി, എനിക്ക് ഫേമസ് ആവാൻ, എനിക്ക് എന്റെ പേരുണ്ടാക്കാൻ അറിയാമെന്ന് ഷിജോ പറയുന്നു. അതിനിടെ ഇത് പറഞ്ഞ ഉടനെ ആരാണ് നമ്മുടെ ഈ പറയുന്നത് രതീഷ് പറയുന്നത്, നീ എന്തിന് ഇതിൽ കയറി ഇടപെട്ടു, നമ്മൾ സംസാരിച്ചില്ലെന്ന് പറയുമ്പോൾ എടുത്തടിച്ചതുപോലെ ഈ പറയുന്ന ഷിജു മറുപടി എടുക്കുന്നുണ്ട്, ഇത് ബിഗ് ബോസ് ആണ്, ഞാൻ നെട്ടപ്പെടും എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് ഇവർക്ക് ആർക്ക് ജാസ്മിൻ എന്ത് ചെയ്തു? ഈ പറയുന്ന രതീഷിന് ഒരു സപ്പോർട്ടായി ജാസ്മിൻ ഇതിൽ ഇടപെടുന്നു. ജാസ്മിൻ വന്ന് സുജോയുടെ അടുത്ത് പിന്നീട് തർക്കിക്കുന്നു. സുജു നീ ഭയങ്കര വളച്ചൊടിപ്പാണ്. സുജോ ഈ പറയുന്ന രതീഷിന്റെ അടുത്ത് പറയുന്നത് നിലപാടുകളില്ലാത്ത വളച്ചൊടിക്കുന്ന ഒരു കക്ഷിയാണ് രതീഷ് എന്നും സുജോ പറയുന്നു. ഇതിന് മറുപടിയായി ജാസ്മിൻ പറയുന്നു, പിന്നെ നമുക്കവിടെ അറിയാം ആരാണ് ഏറ്റവും കൂടുതൽ വളച്ചൊടിക്കുന്നത് എന്ന് സുജയോട് തർക്കിക്കുന്നു. അപ്പൊ ഷിജു പറയുന്നുണ്ട്, നിലപാടും വളച്ചൊടിക്കണം തമ്മിൽ നിനക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അവര് തമ്മിൽ ഒരു വാക്ക് തർക്കം ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഇടയിലാണ് രംഗപ്രവേശം ചെയ്യുന്ന അവിടെ വെറും ഇരുന്നുക ആരാണ് മുടിയൻ ചാടി എണീറ്റുകൊണ്ട് താങ്കൾക്ക് നിനക്ക് നിലപാടുണ്ടോടാ, നിനക്ക് ഉളുപ്പുണ്ടോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തകർപ്പായിരുന്നു. ഇതിന്റെ ഇടയിൽ കൂടി ജാസ്മിൻ എന്ത് ചെയ്യുന്നറിയാമോ, നേരെ ഈ പറയുന്ന സുരേഷിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ സമയത്ത് ജാസ്മിനെ ഈ പറയുന്ന മുടിയൻ പറയുന്നുണ്ട്, നീ അവന്റെ വാലാണോ, നീ രതീഷിന്റെ വാലാണോ, നീ എന്തിനാ അവനെ വേണ്ടി സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ജാസ്മിന്റെ ജാസ്മിന്റെ എതിർത്ത് ഭയങ്കരമായിട്ട് കയറുന്നു ആര്? ഈ പറയുന്ന മുടിയൻ. ഇത് കേട്ട് ജാസ്മിൻ സത്യം പറഞ്ഞു ഞെട്ടി, എന്ത് പാടപ്പാ എന്ന് പറഞ്ഞ് ജാസ്മിൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഇവിടെ ഈ മൂന്ന് പേര് സത്യം പറഞ്ഞാലും മുടിയനും നമ്മുടെ റോക്കി ഭായിയും ഈ നമ്മുടെ ഷിജവും കൂടി എടുത്ത് ഉടുക്കുകയാണ്. രതീഷിനെ എടുത്ത് റെഡിയാക്കി. ജാസ്മിൻ അബദ്ധവശാൽ ഇതിനകത്ത് ഇടപെട്ടു, ഇതിനകത്ത് കയറിപ്പോ. ജാസ്മിനും പിന്നെ അവസാനം അങ്ങോട്ട് പറഞ്ഞു നിൽക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക്. പിന്നെ സത്യം പറഞ്ഞ രതീഷിന്റെ ചുറ്റും കടന്നുകൊണ്ട് യുവമാര് കൊലവിളിക്കുന്നുണ്ട്. അതായത് ഇവനെ കൊണ്ട് വല്ലവൻ ഈ പറയുന്ന എന്താണ് രതീഷൻ തന്നെ ഒരു കാര്യം പറഞ്ഞ് 3 സെക്കൻഡ് കൊണ്ട് മാറ്റിയാണ്. എന്തോ ഒരു കാര്യം ഞാൻ മീശ വഴിക്കും എന്ന് പറഞ്ഞു, പിന്നെ ഒരു 3 സെക്കൻഡ് ആയപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രതീഷിനെ എന്തൊക്കെ രീതിയിൽ ഹേർട്ട്, എന്തൊക്കെ രീതിയിൽ അപമാനിക്കാൻ പറ്റും, കളിയാക്കാൻ പറ്റും, ഈ 3 പേരും കൂടി ഷിജോ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഷിജോ നയിക്കുന്ന ആ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. സൂപ്പറായ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് മുടിയന്റെ ആ ഒരു വരവാണ്. മുടിയൻ ഇവരുടെ ഗ്രൂപ്പിലേക്ക് കയറുമ്പോൾ ആ ഗ്രൂപ്പ് ഒരു വൻ പ്രബലമായ ഒരു ഗ്രൂപ്പായി മാറുകയാണ്. നമുക്ക് വീണ്ടും കാണാം. ജയ്.